അപ്പം ഞാനിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 2 ആണ് കേട്ടോ. 1 ഒന്നും ഞാൻ കളിച്ചിട്ടില്ല. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഈസി മോഡിലേക്ക് മാറ്റാം. ബോത്ത് വേണ്ട, നമുക്ക് ഗ്രാൻഡ് വേണം. ഗ്രാൻഡ് മതി. ക്വാളിറ്റി ഒക്കെ ഹൈ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാം. തുറന്നിട്ടേ. ജയിക്കാൻ പറ്റുമോയെന്ന് നോക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അങ്ങനെ നന്നായിട്ടൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. തുടങ്ങി. ഓക്കെ, ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. ഉണ്ടോ? ഇതൊന്നും ആരും കാണാനില്ല. സുഖമായിട്ട് കളിച്ച് നടക്കാം. നന്നായിട്ട് കൂടെ കളിച്ച് നടക്കാൻ പാടില്ല. ഒരു കത്തിൻ്റെ അടിയിൽ ഒളിക്കാം. വാതിലടച്ചേക്കാം. അപ്പം കാണണ്ട. തുറക്കാം. നമുക്ക് സ്റ്റൺ ഗണ്ണില്ല. സ്റ്റൺ ഗണ്ണ് ചെയ്യും. ഞാനൊന്നും കാണാനില്ലല്ലോ. പാപ്പനെയോ ഗ്രാനിനെ ആരെയും കാണാനില്ലല്ലോ. കഷ്ടം. ആരെങ്കിലും വേഗം വന്നിരുന്നെങ്കിലൊന്ന്. ഹലോ, നമുക്ക് അവിടെ തട്ടാം. എനിക്ക് ഗ്രാനിനെ കുറച്ചൊക്കെ അറിയാട്ടോ. ഈ അപ്പാപ്പൻ ഇങ്ങോട്ട് വന്നാലേക്ക് തട്ടാൻ പറ്റുള്ളൂ. എന്നാൽ കുറച്ച് സമാധാനമായേനെ. അപ്പാപ്പനെ അതാ. ഹലോ ഹലോ. ഇതിവിടെ കിടക്കട്ടെ. ഹേയ്, എനിക്ക് കീ വേണം. സെക്യൂരിറ്റി കീ തരൂ. ഹലോ ബ്രോ. ഇനി ഇപ്പുറത്ത് പോയിട്ട് സെക്യൂരിറ്റി കീ എടുക്കാം. ഓടിപ്പോയി സെക്യൂരിറ്റി തുറക്കാം. നമുക്ക് വേഗം 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 വേഗം. ഒന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് എല്ലാം നോക്കാം. ഡോർ ഹാൻഡിൽ വേഗം ചെയ്യുക. അപ്പം എണീക്കാൻ പാടില്ല. എണീച്ച തന്നേനെ പോയി നമുക്ക് തട്ടാം. വെള്ളമൊക്കെ അവിടെ കിടക്കട്ടെ. നമുക്കുള്ളിൽ പോകെ. കൗബാർ എടുത്തോ. ഒക്കെ എവിടെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം ഗൈസ്. കൗബാർ എടുത്തോ. പൊങ്ങിക്കോ. അപ്പം എണീക്കണേക്കാളും നമ്മൾ എല്ലാം ചെയ്യണം. കട്ടിൽ കയറ്. ഫ്യൂസ് കിട്ടി. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഫ്രഞ്ച് ഇവിടെ ഒന്നുമില്ല. ഇപ്പോഴേക്കും പാപ്പ എണീച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഹെലികോപ്റ്റർ മാനുവലുകൾ. യെസ്, ആ പാപ്പനെ എണീച്ചു. പാപ്പന് പോയ എന്തോ എവിടെയുണ്ടോ എന്താണോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എസ്കേപ്പ് ആകാൻ പറ്റിയ നന്നായനെ. കാണാനില്ലോട്ടോ ഗൈസ്.
ഇവിടെ ഇത് അതിനിടെ വെപ്പണിക്ക് എനിക്ക് അവിടെ അപ്പാപ്പനെ വരുത്താൻ പറ്റുന്നു. അപ്പാപ്പനും ചെവിയൊക്കില്ലെന്നറിയാം, എന്നാലും ശബ്ദം കേട്ടെങ്ങാനും വന്നാലോ. ഗൈസ് അങ്ങനെയും കാണുന്നില്ല ഗൈസ്. വെടിക്കുന്ന സൗണ്ട് ആയിട്ട് വരുമോ? അറിയില്ലാട്ടോ. പോയപ്പോ നാലോന്നൊരു പേര് ഷൂ കൊടുക്കാറോ തന്തന് കൊതിന് പറ്റും. ഓണായോന്ന് പോലും എവിടെ പോയത് ഇയാളെ കാണുന്നില്ല. കയറിപ്പോയിക്കോ. എൻ്റെ വീട് പെട്ടെന്ന് ഇതൊന്നും ഉണ്ടാവില്ല. ഓക്കെ കട്ടറും ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഒന്ന് അടി പോകണം. പാപ്പനോ ഗ്രാനിയോ വല്ലതും ഉണ്ടെങ്കിലോ ഇവിടെ ഇല്ലേ? ഉണ്ടോ? പോയാൽ മതി. കുറച്ചുകൂടി നല്ലത്. ഞാനും വന്നാല് കപ്പിൽ ഒപ്പം ഇറങ്ങാം നമുക്ക്. അപ്പാപ്പനെ കണ്ടാ കണ്ടുപിടിച്ചിട്ടാണ് പേടിയാണോ എനിക്ക് ചെറുതായിട്ട്. എന്താണോ ഒരു അപ്പാപ്പനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഒരു ട്രിപ്പ് ഉണ്ട്, ആ ട്രിപ്പ് പോയിക്കാൻ ഓടിപ്പോയി ഇവിടെ നിൽക്കും. ബോണിക്ക് കാണാൻ പറ്റും. ഈ അപ്പം പോകുമ്പോ കാണാൻ പറ്റും. പോവാണ് ഞാൻ ഈ സമയത്ത് നമുക്ക് മാറിപ്പോയി ട്രിക്ക് വലിച്ചു പോകിയത്. ഈ തന്തേനെ കൊണ്ട് തൂറ്റുന്നു. വേഗം പോയി ആ തന്തേനെ കൊല്ലാം. തന്തപ്പിടി ബ്രോ ഇവിടെ അവിടെ തന്തി വീണു എനിക്ക് ഉറപ്പാ. തന്തി വീണു. അത് നിലത്ത് കിടക്കണമെങ്കിൽ തന്ത ചത്തുണ്ടാവും ഉറപ്പാ. പരസ്യത്തിന് കടയിൽ പരസ്യം കയറി വന്നു. തന്ത ചത്തു വന്നു. എനിക്ക് പോട്ടെ എനിക്ക് പോ. ഇന്ന് അപ്പാപ്പൻ്റെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യം. 3 ഡേ ആയി. പക്ഷെ പാടാ. വേഗം പോട്ടെ. അവൾ വെപ്പണി വീണ് കിടന്നുണ്ടായാൽ മതിയാവുന്നു.
അല്ല ആ പാപ്പൻ ചത്തുണ്ട് ഉറപ്പാ. ഇനി വെപ്പൺ കീഴത്ത് വെപ്പൺ കൊണ്ട് ആ പാപ്പനെ കൊല്ലാൻ നമുക്ക് പറ്റും. ഈ ജോലി ഞാൻ വേഗം ചെയ്യും. വെപ്പൺ എടുക്കും ഞാൻ. കൊച്ചുമോനെ വെടിവെച്ചാൽ മതി വെപ്പൺ എടുത്തിട്ട്. അപ്പോൾ തന്തയ്ക്ക് ദേഷ്യം വരും. എന്നിട്ട് കണ്ണ് ചോദിച്ചിട്ട് വരും കൊണ്ട് അങ്ങനെ കുറച്ച് ടെററാപ്പാപ്പൻ. വേഗം പോകണം നമ്മൾ. അല്ല അപ്പുറത്ത് വേഗം വെപ്പൺ എടുക്കണം. എൻ്റെ ഉള്ളിൽ വെപ്പണിക്ക് വേഗം പോയിക്കോ. അപ്പാപ്പൻ ഇപ്പം ചത്ത് വയ്ക്കുക. അപ്പാപ്പൻ ഞാൻ പോയി. അമ്മ ഇവിടെ അപ്പാപ്പൻ ഇരിക്കുന്നു. വരുമോ നോക്കാടൊക്കെ എന്താ കയറുമെന്നറിയാലോ. പേടിയാവണോ? ഇവിടെ അപ്പം ഞാൻ പോ. അത് ഇവിടെ എത്തിയുണ്ടാവില്ലേ? ഇയാളിതവിടെ പോയി കിടക്കുക. ചെറിയ അമ്മ ഞാൻ ചത്തു അടിച്ചു നെഞ്ചിരിക്കണം. എൻ്റെ പേടിയൊന്ന് പോട്ടേടാ. നമുക്ക് ഈ കൊച്ചു മോനെ ഒന്ന് വെടി വെച്ചോക്കാം. പമ്പേനെ ഉറക്കിയിട്ട് അതിന് ബാക്കി കാര്യമുള്ളൂ. ഞാൻ ഹാൻഡ് വീൽ മുകളിൽ കണ്ടു. അവിടെ ഇരുന്ന് ഒന്ന് പോയി നോക്കാം നമുക്ക്. ഗൈസ് ഹാൻഡ് വീൽ കണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തുറക്കുക. ഡോർ ഹാൻഡിൽ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഉടുക്കുക വെക്കുക. നമുക്ക് എസ്കേപ്പ് ചെയ്യാം ഗ്രാൻഡ് പടയിന്ന്. ശ്രമിക്കാട്ടോ. വേഗം ഇവിടെ ഇരുന്നോ. ഹാൻഡ് വീല് ദൈവമേ ഹാൻഡ് വീൽ എവിടെ ഉണ്ട്? ഞാൻ ഹാൻഡ് വീൽ ഇവിടെ ഇരുന്നു. അല്ല വേഗം അത് എടുക്കണം എനിക്ക്. അത് എവിടെയാണെന്ന് അറിയില്ലല്ലോ. ദൈവമേ അതൊന്ന് കണ്ടുപിടിക്കണേ. ഇതിൻ്റെ ഉള്ളിലെന്താ? അല്ല ഇതൊന്നും അല്ല ഹാൻഡ് വീല്. കൗബാർ ഇവിടെ തന്നെ ഉണ്ട്. അടിയിൽ മുഴുവനുണ്ട്. ഉള്ളിൽ ഫ്രഞ്ച്. അയ്യോ ഹാൻഡ് വീൽ എനിക്ക് വേണം. അടിയിലുണ്ട്. ഹാൻഡ് വീൽ അടിയിലാണുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണോ ഹാൻഡ് വീൽ? ഇതിൻ്റെ ഉള്ളിലല്ല. ഇപ്പം എസ്കേപ്പ് ചെയ്യാം. ടാപ്പ് ഇതിൻ്റെ ഉള്ളിലാണോ? അല്ല ഇതിൻ്റെ ഉള്ളിലല്ല. ഞാൻ എവിടെ കണ്ട്? ഹെലികോപ്റ്റർക്ക് ലോക്കിൻ്റെ ഉള്ളിൽ തന്നെയാണോ? അല്ല ബാത്റൂമിലാണോ? ബോട്ടിക്ക് ഞാൻ ബോട്ടല്ലാത്തതുകൊണ്ട് ബോട്ടിൽ നിലത്തുവല്ലും കിടക്കുന്നുണ്ടോ? ഹാൻഡിലിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ട്. എനിക്ക്
എനിക്കിപ്പോൾ എസ്കേപ്പ് ചെയ്യാൻ പറ്റും ഗായ്സ്. സാൻഡ് വില്ല് ഞാൻ എവിടെ കണ്ടു? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. സാൻഡ് വില്ല് കാണില്ലല്ലോ ഗായ്സ്. അതുണ്ടെങ്കിൽ ഞാൻ എസ്കേപ്പ് ആയി കഴിഞ്ഞു ഗായ്സ്. ഞാൻ എവിടെ കണ്ടു സാൻഡ് വില്ല്? മുകളിലാണോ? മുകളിലാണെങ്കിൽ മുകളിൽ പോയി വേഗം എടുത്തിട്ട് തരാം. ഞാനിപ്പോൾ എസ്കേപ്പായി. അതുപോലെ സാൻഡ് വില്ല് കിട്ടി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇത് കാണാം. അതല്ല, ഇവിടെയല്ല, പിന്നെ ഇവിടെയല്ല. ഇനി മറ്റേ ഡോർ ഹാൻഡിൽ കൂടി കിട്ടിയാൽ മതി. ഞാൻ എസ്കേപ്പായി. അതിൻ്റെ ഉള്ളിലാണോ ഡോർ ഹാൻഡിൽ? സോറി, ക്രോബാറും വേണം. അവിടെ പോവുക, ഹാൻഡ് വീൽ വയ്ക്കുക, എസ്കേപ്പ് ആവുക. അത്രേ ഉള്ളൂ. ഞാൻ പെട്ടു. ഡോർ ഹാൻഡിൽ മാറുന്നുണ്ട്. സെക്യൂരിറ്റി റൂമുണ്ട്. കൗപാടിയിലെല്ലാം അവിടെ അപ്പം ഇങ്ങോട്ടായിരുന്നു ചത്തു. പാപ്പിനെ എങ്ങനെ ഇത് കൂടെ ഇറങ്ങി വന്ന് കൈ വരയ്ക്കുന്നു ഗൈസ്. ജയിക്കാറാണ് ഗൈസ്. കളി ക്ഷമ മതിയാണ് ഗൈസ്. ഇതന്നെ ചെയ്യാൻ നോക്കുന്നത്.
ജയിക്കും ആവശ്യം വേഗം പോയി എടുക്ക് ഹാൻഡ് വീല് തിരിച്ചു കഴിഞ്ഞു. ഇനി ഇതെടുക്കണം. എസ്കേപ്പായി ഞാനിപ്പോൾ ഏകദേശം എസ്കേപ്പായി. ഇത് ഹാൻഡിലെടുക്കുക ഗൈസ്. ഞാനിപ്പോൾ എസ്കേപ്പ് ആവും ഗൈസ്. അപ്പാപ്പനെ ഇട്ടിട്ടുണ്ട് കളി. ഞാൻ അപ്പാപ്പനെ ഇട്ടിട്ടാണ് കളിച്ചത്. പെഡ് ലോക്കി വേണം. അയ്യോ പെഡ് ലോക്കി എവിടെ കിട്ടുക? അതും കൂടി മതിയായിരുന്നു, നമുക്ക് ജയിക്കായിരുന്നു. ക്രൗബാർ ഇവിടെ ഉണ്ട്. നമുക്ക് പെഡ് ലോക്കി വേണമല്ലോ. എവിടെ നിന്ന് പെഡ് ലോക്കി? ഞാൻ കണ്ടിരുന്നു, എവിടെയോ കണ്ടിരുന്നു. പാഡ് ലോക്കി അല്ലേ? പാഡ് ലോക്കി തരുമേ. അതൊന്നും കൂടി കിട്ടിയാൽ മതി ഗൈസ്. ഞാൻ ജയിച്ചു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണോ? ടക്ക് ടാപ്പ്. പാഡ് ലോക്കി അമ്മേ, പാഡ് ലോക്കി വേണേ. ഇതിൻ്റെ ഉള്ളിൽ പാഡ് ലോക്കി ആണോ? അല്ല, പാഡ് ലോക്കി മാത്രം മതി. ഞാൻ ജയിക്കും. ഹെലികോപ്റ്റർക്ക് ഉള്ളിലാണോ പാഡ് ലോക്കി? പാഡ് ലോക്കി എവിടെയാ? പാഡ് ലോക്കി എവിടെന്നെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ അത് മാത്രം മതി രക്ഷപ്പെടാൻ. പാഡ് ലോക്കി അതാണ് പാഡ് ലോക്കി. അതെ, അതാണ് പാഡ് ലോക്കി. നമുക്ക് പോയി എസ്കേപ്പ് ആവും ഗേൾസ്. നമ്മൾ എസ്കേപ്പ് ആവാൻ പോകുന്ന അവസാനം the ending of Granny chapter 2. Yes guys, നമ്മൾ എസ്കേപ്പ് ആയിരിക്കുന്നു Granny 2-ൽ നിന്ന്. യെസ്. അയ്യോ, എൻ്റെ നെഞ്ചൊക്കെ പേടിച്ചിട്ട് ആകെ ഇതായി പേടിയായിരുന്നു. അപ്പാപ്പൻ നോക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ എസ്കേപ്പ് ആയില്ലേ, അത് മതി. അയ്യോ, ഇനി അടുത്തത് ഗ്രാനീനെ ഇട്ട് കളിക്കാം നമുക്ക്.